നമസ്കാരം. കേരളം ഞെട്ടിയ പല വാർത്തകളും നമുക്ക് മുന്നിലുണ്ട്. വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്ന് ഇരയും പ്രതിയും പറഞ്ഞു. മാധ്യമങ്ങൾ അത് ഏറ്റുപറഞ്ഞു. എന്നാൽ ഒറ്റ കേസുകളിലും സ്രാവുകളുടെ വാല് പോലും കിട്ടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് നേരെ സിനിമാ സ്റ്റൈൽ കടന്നാക്രമണമുണ്ടായി. പിടിയിലായ പ്രതി പറഞ്ഞതും സ്രാവുകളുടെ കാര്യം കഴിഞ്ഞില്ല. ജനപ്രതിനിധികളായ ചലച്ചിത്ര താരങ്ങൾ വരെ ആദ്യം സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയി. മാധ്യമ വിചാരണ മാത്രമാണ് നടന്നതെന്നും ഇവർ വിമർശിക്കുന്നു. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ചലച്ചിത്ര താരങ്ങൾക്ക് രാഷ്ട്രീയം വഴങ്ങാത്തതാണോ, അതോ മാധ്യമങ്ങൾ വെറും വിചാരണ നടത്തിപ്പ് മാത്രമാണോ നടത്തുന്നത്? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു. മാധ്യമ വിചാരണയും വമ്പൻ സ്രാവുകളും എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ സണ്ണിക്കുട്ടി എബ്രഹാം, PM മനോജ്, ഒപ്പം റിട്ടയർഡ് SP ജോർജ് ജോസഫ്, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അജിത് ശാസ്തമംഗലം, കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന് ബിന്ദു കൃഷ്ണ, DCC പ്രസിഡന്റ്. PM മനോജ്, മാധ്യമ വിചാരണയാണ് എന്നുള്ളൊരു ആക്ഷേപം വന്നിട്ടുണ്ട് ഇത്തരം കേസുകളിലെല്ലാം തന്നെ. ഞാൻ നേരത്തെ ആമുഖത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് മുമ്പും പല കേസുകൾ വന്നപ്പോഴും ഇതുപോലെ വമ്പൻ സ്രാവുകളുടെ പേര് വന്നിരുന്നു. സോളാർ കേസിലായാലും ശരി, ബാർക്കോഴ കേസിലായാലും ശരി, പാറ്റൂർ കേസിലായാലും ശരി, ഇവിടെയെല്ലാം ഇതേ വമ്പൻ സ്രാവുകളുണ്ട്, കുടുങ്ങും, ഇപ്പോൾ പിടിക്കുമെന്നല്ല നമ്മൾ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഏറ്റവും ഒടുവിൽ പ്രമുഖ നടിക്ക് നേരെ ഉണ്ടായ കേസിലും ഇതേ രീതിയിൽ വമ്പൻ സ്രാവുകൾ വരും. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു മാധ്യമ വിചാരണ മാത്രമാണോ നടക്കുന്നത്? വമ്പൻ സ്രാവ് ഉണ്ട് എന്ന് വരുത്തി തീർത്താലേ വാർത്തക്ക് മാർക്കറ്റുള്ളൂ. അല്ല, വമ്പൻ സ്രാവ് ഇല്ലാതെ വെറുതെ ഒരു മനോജോ ഒരു മാർഷലോ ഒരു സണ്ണിക്കുട്ടിയോ ഈ കേസിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് തന്നെ വാർത്തയ്ക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ വമ്പൻ സ്രാവ് എന്ന് നമ്മൾ പറയുന്നു എന്നതൊരു വസ്തുത ആദ്യത്തേത്. രണ്ടാമത്തത്, ഈ കേസും വാർത്തയും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വാർത്ത എന്തും എഴുതാം എന്നൊരവസ്ഥയുണ്ട്. പക്ഷേ വസ്തുത എന്തുമാകില്ല. വസ്തുത എന്താണോ സംഭവിച്ചത് അതാണ് വസ്തുത. ആ വസ്തുതയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസിൽ തെളിവ് വരുന്നത്. ആ തെളിവുകൾ കൃത്യമായാൽ മാത്രമേ വമ്പൻ സ്രാവല്ല ചെറിയ പരൽമീനായാലും തൊടാൻ പറ്റൂ. സോളാർ കേസിലും ബാർക്കോഴ കേസിലും ഉമ്മൻചാണ്ടിയും KM മാണിയും ഒക്കെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി പ്രമുഖരായി നിർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കേസാണ്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ അതിനകത്ത് ആരോപണം ഉന്നയിച്ചത് മാധ്യമങ്ങളാണോ അതോ രാഷ്ട്രീയ പാർട്ടികളാണോ? പ്രമുഖർ അല്ലെങ്കിൽ വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുന്നത് മാധ്യമ വിചാരണയുടെ ഭാഗമായിട്ടാണ്. മാഷ്ലി, മാധ്യമ വിചാരണ എന്ന് പറയുന്ന ഒരു ആരോപണം ഇപ്പോൾ നിലവിലുണ്ട്. നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ വേണമെങ്കിൽ അത് എത്രത്തോളം ശരിയാണ്, വിചാരണ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് എത്രത്തോളം അവകാശമുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഈ വമ്പൻ സ്രാവുകളെ മാധ്യമങ്ങൾ ആദ്യമായിട്ട് സൃഷ്ടിക്കുകയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ കേസിലാണെങ്കിൽ പോലും ആ തുടക്കം മുതലേ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമം 1, 2, 3 എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. തുടക്കം മുതൽ ചില വ്യക്തികൾ ഇതിനകത്ത് വരികയാണ്. പിന്നീടത് അന്വേഷണം വരുന്നു, പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിപ്പോർട്ടിങ് നടക്കും. പക്ഷേ ആ റിപ്പോർട്ടിങ്ങിൻ്റെ രീതിയെക്കുറിച്ച് മാഷ്ലി എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ചർച്ച നടത്തിയ രീതിയെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് വാർത്തകൾക്ക് കിട്ടുന്ന പ്രയോറിറ്റി, മാധ്യമങ്ങൾ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യം, അതിലൊക്കെ വലിയ മാറ്റങ്ങളും മാധ്യമ പരിസരം വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അതായിരിക്കാം കാരണം. പക്ഷേ ഈ കേസിൽ മാധ്യമങ്ങൾ എടുത്ത നിലപാട്, മാധ്യമങ്ങൾ നടത്തിയ വിചാരണ, അതിനെ ഞാൻ വിചാരണ എന്ന് പറയുന്നു. പല ചർച്ചകളും കേട്ടാൽ അതിൽ ഈ സിനിമാ താരങ്ങളൊക്കെ അതിലെ പ്രതികളാണ് എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് യാതൊരു സംശയമില്ല. അവരായിരിക്കാം, അല്ലായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൂടെ അതിൻ്റെ വിശദാംശങ്ങൾ. പക്ഷേ ചർച്ചകൾ പോയ രീതി എത്രത്തോളം ശരിയാണെന്നുള്ളത് ഞാൻ മാഷ്ലെ ഒരു കാര്യം പറയാം. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഒരു അരക്കഴിഞ്ച് പോലും അതിൻ്റെ അകത്ത് വ്യാജമോ മായമോ ചേർക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തം അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ പത്രപ്രവർത്തകരുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ മാറിപ്പോകുന്നുണ്ടോ? ഞാൻ അടക്കമുള്ളവർ, ഞാൻ സജീവമായിട്ടൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ ഞാനും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടും രണ്ട് വിഷയമാണ് എന്ന് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്. കൊല്ലത്തു നിന്നുള്ള 2 MLA മാർ, 2 ജനപ്രതിനിധികൾ, അവരുടെ ഇടപെടൽ, അവരാണ് ഏറ്റവും വലിയൊരു ആക്ഷേപം ഉന്നയിച്ചത്. മാധ്യമ വിചാരണയാണ് നടക്കുന്നത്, മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഈ ജനപ്രതിനിധികൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തതാണോ അതോ ഇവർ പറഞ്ഞതാണോ ശരി? മാധ്യമ വിചാരണ മാത്രമാണോ നടക്കുന്നത്? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിലൊരു പ്രമുഖനുണ്ടെന്ന് ഇരയായ ആളോ അല്ലെങ്കിൽ പ്രതി എന്ന് കരുതി പിടികൂടിയ ആളോ പറഞ്ഞാലും മാധ്യമങ്ങൾ അത് വിട്ടുകളയണമോ? ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മാറി നിൽക്കണമോ? ശ്രീ ബിന്ദു കൃഷ്ണ.
അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്, ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരരുത്. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പൾസർ സുനിയാണ് ഇതെല്ലാം ചെയ്തെന്ന് ഓർത്ത് സമാധാനിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കും കേട്ട് നമ്മളെല്ലാവരും വീട്ടിൽ പോയി ഇരിക്കണം. അതാണ് ക്രമസമാധാനം, അതാണ് നിയമപരിപാലനം എന്ന് ധരിച്ചിരിക്കാൻ പക്ഷേ ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് കഴിയുകയില്ല. ആ കാര്യങ്ങൾ അവർ ഉയർത്തുമ്പോൾ അതിനെ മാധ്യമ വിചാരണ എന്ന് മാത്രം പറഞ്ഞ് നേരിടുന്നത് ശരിയല്ല. ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഇപ്പം തന്നെ നടിയുടെ കേസ് തന്നെ, നടിയുടെ കേസ് ഉണ്ടായിട്ട് ആ കേസിൽ പ്രതിയെ പിടിക്കാൻ വന്ന കാലതാമസം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അത് മാധ്യമ ധർമ്മമാണ് നിർവഹിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെന്ന് പറയും ആകപ്പെടുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ പോലും പേര് പറയരുതെന്ന് ഈ രാജ്യത്ത് നിയമം ഉള്ളപ്പോൾ നിയമസഭയുടെ നാഥനായിരുന്ന ആളുകളടക്കം പേര് പറയുന്നു. MP-മാര് അല്ലാത്തവരും ഒക്കെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളൊക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ വിഷമിക്കുന്ന ഇര വിഷമിക്കുന്നത് എന്തോന്ന് 2 മണിക്കൂർ വിഷമമല്ലേ, അതിനേക്കാൾ കൂടുതൽ ആരോപണ വിധേയർ വിഷമിക്കുന്നല്ലോ പറഞ്ഞ ആരോപണ വിധേയർക്ക് വേണ്ടി ആരോപണം തെളിയിക്കപ്പെട്ട അവർ കുറ്റവാളികളാണെന്ന് ഞാൻ അടക്കമുള്ള നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ ഒരു കോഴിയെ കാണാതെ പോയി എന്ന് പറയുമ്പോൾ തലേ തപ്പേണ്ട കാര്യമില്ലല്ലോ. ആകെ തലേ തപ്പുന്നവരാണ് അതിന് ഉത്തരം പറയേണ്ടത്, അതിന് നമ്മളല്ല ഉത്തരം പറയേണ്ടത്. മാത്രമല്ല കേരളത്തിലെ പോലീസ് സംവിധാനമാണ് അതിന് ഉത്തരം പറയേണ്ടത്. നിർഭാഗ്യവശാൽ തമ്മിലടിയുടെ കേളി രംഗമായി കേരള പോലീസ് മാറിയിരിക്കുന്നു. ഈഗോ ക്ലാഷ്, അവരുടെ ഈഗോ ക്ലാഷിനും അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കലിനും വേണ്ടി ഇരകളാകേണ്ടവരല്ല കേരളത്തിലെ സ്ത്രീകൾ. നേരത്തെ ശ്രീ മാർഷൽ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തുനിന്നുള്ള MLA-മാര് അവർ കാണിച്ചത് ശുദ്ധ തോന്നിയാസം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അവരുടെ സഹോദരി, ഒരു അനുജത്തിയുടെ പ്രായമോ അല്ലെ വേണമെങ്കിൽ മകളുടെ പ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ദുര്യോഗം ഉണ്ടായപ്പോൾ ജനപ്രതിനിധികൾ അവർ നിവർന്ന് നിന്നുകൊണ്ട് ആ കേസ് അന്വേഷിക്കേണ്ടതാണ്. അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കണം. കേവലം പൾസർ സുനി മാത്രമല്ലെന്ന് അറിയാനുള്ള ബോധ്യവും യുക്തിയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് ആരാണെന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല, അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. പക്ഷെ അത് ചെയ്യാത്ത ഒരാൾ കുറ്റാരോപിതനായപ്പോൾ ആളിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടല്ല 2 കെട്ടാന്ന് ആ പറഞ്ഞവരെ കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഈ 2 കെട്ട് എന്നല്ല ഒരു വനിത ഇവിടെ വന്ന് പറയുന്നത് എത്രമാത്രം അരോചകമാണ്, എത്രമാത്രം സംസ്കാര ശൂന്യമാണ് എന്ന് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കും. ഒരു സത്യം നമ്മൾ ഉള്ള കാര്യം പറയുന്നതിൽ എന്തിനാ സംസ്കാര ശൂന്യത? അങ്ങനെ എന്തൊക്കെ വിളിച്ച് പറയാം ശ്രീമതി ബിന്ദു കൃഷ്ണ. നമ്മൾ നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പിന്നെ ബാർക്കോഴ പറഞ്ഞു, ഒന്ന് സരിത കേസ് പറഞ്ഞു. അന്ന് മാധ്യമങ്ങൾ ഇത് എല്ലാ രാത്രികളിലും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നൊക്കെ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഇത് മാധ്യമ വിചാരണയാണെന്ന് വളരെ ഉച്ചത്തിൽ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഈ കേസ് വരുമ്പോൾ, ഗവൺമെൻറ് മാറി ഈ കേസ് വരുമ്പോൾ അത് മാധ്യമ വിചാരണയാവാം, മാധ്യമപ്രവർത്തകരുടെ ധർമ്മമാണെന്ന് പറയുന്നതിനോട് അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇപ്പോൾ ഈ കേസിലും മാധ്യമ വിചാരണ കേസിനെ എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ? അങ്ങ് ഒരു ക്രിമിനൽ അഡ്വക്കേറ്റാണ്, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരം രീതികൾ വരുമ്പോൾ ചർച്ച ചെയ്യാതെ മാധ്യമങ്ങൾ മാറി നിന്നോ? കോടതിയിൽ സ്വാധീനിക്കാൻ തക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റു കേസുകളും ഈ കേസും തമ്മിൽ പരിഗണിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, നാദിർ ഷായുടെ വൈഫ് വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ടക്കെന്നവരുടെ TV കണ്ടുകൊണ്ടിരുന്ന ടപ്പെന്നവരുടെ BP ലോ ആയി. യു നോ ഇറ്റ്. ഞാൻ പറയണ്ട, എങ്ങനെയൊക്കെ നന്നായിട്ട് അങ്ങേക്ക് അറിയാം. BP ലോ ആയി. റിനൈസ് മെഡിസിറ്റിയിൽ ഷി വാസ് അഡ്മിറ്റഡ്. അത് കഴിഞ്ഞിട്ട് അവിടെ IC-യിലായിരുന്നു. ആദ്യമേ അവർക്ക് സംസാരം ശരിയല്ല ഉണ്ടായി. ഞാൻ അതിലേക്ക് കടന്നു ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഫെബ്രുവരി 6-ാം തീയതിയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ഈ നടി ആക്രമിക്കപ്പെടുന്നത്. ഫെബ്രുവരിക്ക് ശേഷം ഫെബ്രുവരി 6-8 6-8 കുഴപ്പമില്ല. ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിൽ എത്തുന്നു. 6 മാസം എടുക്കുന്നു. ഈ 6-ാമത്തെ മാസമേ ഉള്ളൂ പ്രതിയെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാനോ ആണെങ്കിൽ പോലും ഒരാളെ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അങ്ങ് പറയുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ആ കഴിഞ്ഞ 6 മാസം ഈ നടി, ആ ഒരു പെൺകുട്ടി, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവരത് ലോകത്തോട് പറഞ്ഞു, അവരൊരു കേസ് ഫയൽ ചെയ്തു, ആ കേസിൽ ഒരു പ്രതിയെ പിടിച്ചു, ആളെ അറിയാവുന്നതുകൊണ്ട് പിടിച്ചു, അയാൾക്ക് ഗൂഢാലോചന ഇല്ല എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കുന്നു ഇന്ന് പറയുന്നു. എങ്കിലും പോലീസിന് മുന്നിലേക്ക് ഒരു കത്ത് കിട്ടുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി മൊഴിയെടുക്കുക. ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്നത് ദിലീപ് നാദർഷയം പറയുന്നത് ഞങ്ങളെ മൊഴിയെടുപ്പിക്കാൻ വേണ്ടി വിളിച്ചു, ഞങ്ങൾ മൊഴി കൊടുക്കാൻ വേണ്ടി പോയി. അത് ചോദ്യം ഇന്റർഗേഷൻ ആണോ അതോ മൊഴിയെടുപ്പാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ പോലീസും പറഞ്ഞു. അതിനുവേണ്ടി വന്നപ്പോൾ ഒരാൾ തളർന്നു വീണതിനെ കുറിച്ച് അങ്ങ് വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ കേരള സമൂഹത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പീഡന ശ്രമങ്ങളെ കുറിച്ച് നമ്മൾ അപ്പോഴെല്ലാം മിണ്ടാതിരുന്നുകൊണ്ട് ഒരു നടിയായാലും ഒരു പെൺകുട്ടിയായാലും പട്ടാപ്പകൽ റോഡിൽ പീഡിപ്പിക്കപ്പെട്ടാലും അതിലെ പ്രതികളെ പിടിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സങ്കടം ഉണ്ടാകുമെന്നുള്ള സങ്കടത്തിൽ നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാതെ നിങ്ങൾ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡിഡ് ഐ സേ ദാറ്റ്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങളിത് ഡിസ്കസ് ചെയ്യേണ്ടെന്ന് ആര് പറഞ്ഞു? ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ?
പുതിയ കാര്യം അല്ലേ? ന്യൂസ് എന്ന് പറഞ്ഞാൽ അതല്ലേ? നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കണമെന്ന് ആരും പറഞ്ഞില്ല. കാരണം നിങ്ങൾ എന്തിനാ അത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്? ഞങ്ങളിതായത് ഒരു സാധനം അത് നിങ്ങളുടെ ബിസിനസ്സാണ്. ഈ കേസിൽ ബ്രേക്കിംഗ് വന്നിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ കേസിൽ മാധ്യമങ്ങൾ എല്ലാവരും പരാജയമായിരുന്നു. കാരണം ഇവര് പരാതി കൊടുത്തതിന് ശേഷം ഈ കത്ത് പുറത്തുവിടുന്നത് ആരാണ്? ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞ പോയിന്റിലോട്ട് ഇതിൽ ആരോപിക്കപ്പെടുന്നവരാണ്. എത്തിക്കൂ പ്ലീസ്, അലോ മീ. ഞാൻ പറഞ്ഞത് അപ്പം കൊടുത്തോളൂ, ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തോളൂ. ഒരു കാര്യത്തിന് 2 വെർഷൻസ് ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഗീവ് ദ അതർ വെർഷൻ ഓൾസോ. വൈ ഡോണ്ട് യു ഡു ദാറ്റ്? കൊടുക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങ് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ ഒരു വിഷയം ഞാൻ എടുക്കുന്നത് തന്നെ മാധ്യമ വിചാരണയാണോ എന്നുള്ള ഒരു സംശയം ചർച്ച ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമ വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട്. കാരണം അദ്ദേഹം പറയുന്ന ഒരു പി എം മനോജ് തന്നെയാണ് പറഞ്ഞത്. കാരണം മാധ്യമ വിചാരണ തന്നെയാണ് നടക്കുന്നത്, അതായിക്കോട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 മാധ്യമ പ്രവർത്തകർ ഒരേപോലെ ആ വിഷയം പറയുമ്പോൾ അതിനകത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ച നിങ്ങൾ ബി ബാലൻസ്ഡ്. ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു വാർത്ത ബ്രേക്ക് ചെയ്യൂ. വാർത്ത ബ്രേക്ക് ചെയ്തിട്ട് അതിനൊരു റിവേഴ്സ് സൈഡില്ലേ? ഇപ്പം ഞാനൊരു ആരോപിതനാണ്, പോലീസുകാരൻ പറഞ്ഞു ഞാനൊരു കൊലപാതക കേസിൽ പ്രതിയാണ്, എന്നെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവരുന്നു, നിങ്ങളത് റിപ്പോർട്ട് ചെയ്യൂ. ആര് പറഞ്ഞു വേണ്ടാന്ന്? മീഡിയ ട്രയൽ വരുമ്പോഴത്തേക്ക് ഒരു സെൻസേഷണൽ ഹൈപ്പ് ഒരു കേസിന് വരുമ്പം, പ്രത്യേകിച്ചും ഒരു സൈഡ് മാത്രം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജിയാണ്, ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ളൊരു പൊതുജനമായ എന്താ പറയുക, ഒരു വേവ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മാർഷൽ, ആ കേസിനകത്ത് നിൽക്കുന്ന പ്രതിക്ക് അയാൾക്ക് നീതി കിട്ടുമെന്ന് എങ്ങനെ അയാൾ വിശ്വസിക്കും? ഇവിടുത്തെ എല്ലാ കമ്മീഷനുകളും ഇവിടെ സോളാർ കമ്മീഷൻ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ അവരെ വിളിച്ച് തെളിവെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാം, ഞാനൊരാളെ പ്രതിക്കൂട്ടിലാക്കിയിട്ടല്ല പറയണേ. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം ഒരു ഭയങ്കരമായ ഒരു മീഡിയ അക്യൂസേഷൻ ഒരാൾക്കെതിരെ ഇത്രമാത്രം ഒരു ഓൺസ്ലോട്ട് വരുമ്പം കോടതിയിൽ നിൽക്കുന്ന ഒരു പ്രതി അങ്ങാണെന്നിരിക്കട്ടെ, കോടതിയിൽ ഒരു വലിയൊരു കുറ്റം ആരോപിക്കട്ടെ പ്രതിയായിട്ട് നിങ്ങൾ കൂട്ടി നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ മനസ്സാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുമോ? തീർച്ചയായിട്ടും വരും. കാരണം ഞാൻ നീതി പറയുന്നത് ഒരിക്കലും വരില്ല. അഡ്വക്കേറ്റ് നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു പ്രതിയുടെ മനസ്സിൽ സംശയങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. ഒരു പ്രതിയെ താങ്കളൊരു പ്രതിക്ക് വേണ്ടി വാദിക്കുകയാണ്. അപ്പം മീഡിയ ട്രയൽ നടന്നുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? ആ പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നതിന് പേടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. കോടതി ഒരു കേസിനകത്ത് മീഡിയയായിട്ട് അഫക്റ്റ്, അതൊന്നുമല്ല പോയിന്റ് എന്ന് പറഞ്ഞാൽ നിയമം നടന്നാൽ മാത്രം പോരാ, നിയമം നടന്നതായിട്ട് നടന്നതായിട്ട് തോന്നിപ്പിക്കുകയും വേണോ? അതല്ലേ നമ്മൾ വി ആർ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, സിവിലൈസ്ഡ് നേഷൻ. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു ട്രയൽ പ്രൊസീജിയർ ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഐ എം ആസ്കിങ് യു മാർഷൽ, നിങ്ങളൊരു കേസിനകത്ത്, ഇതുപോലൊരു കേസിനകത്ത് നിങ്ങളൊരു പ്രതിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് നീതി കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഈസ് ഇറ്റ് നോട്ട് എ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ്? അങ്ങ് നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുള്ള ആളാണ്. പോലീസ് ഇപ്പോൾ 2 കാര്യങ്ങൾ അവരത് പറയുന്നുണ്ട്. ഒന്ന് കത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, മറ്റൊന്ന് പോലീസ് തെളിവുകൾ കണ്ടെത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കൊണ്ടോ, മാധ്യമങ്ങൾ ഇത്തരം കേസുകൾ കോടതിയിലിരിക്കുന്നു അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതായിട്ടുള്ള കേസുകൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടോ ഒരു മാധ്യമ വിചാരണ എന്ന തലത്തിൽ വന്നുകൊണ്ട് കേസിന്റെ മെറിറ്റിൽ നിന്ന് മാറുന്ന ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ടോ? പോലീസിന് ആ പേടിയുണ്ടോ? ജഡ്ജിക്കോ പോലീസിനെ പേടിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അന്വേഷിച്ച പല കേസിലും എനിക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ മാധ്യമം ഈ രാജ്യത്തിന് വളരെ അത്യാവശ്യ ഘടകമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നെപ്പറ്റി മോശമായിട്ട് എഴുതിയിട്ടുണ്ട്, അത് വേറെ കാര്യം. മാധ്യമ വിചാരണ ആവശ്യമാണ്, വളരെയധികം ഗുണം പോലീസിന് ചെയ്യും എന്ന് വിചാരിച്ച് മാധ്യമത്തിൻ്റെ ആ ഫൈൻഡിങ് പോലീസ് സ്വീകരിക്കില്ല. ഇവിടെ സത്യമല്ല ജയിക്കുന്നത്, കോടതി നോക്കുന്ന എവിഡൻസാണ്. സത്യം ചിലപ്പം വേറൊരു വഴിക്കൂടെ പോകും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. സത്യം ആണോ ജയിക്കുന്നത് എനിക്കറിയാം, പക്ഷേ എവിഡൻസാണ്. ഈ കേസിനകത്ത്, ഈ നടിയുടെ കേസിനകത്ത് ആദ്യം തുടക്കം മുതലേ നമുക്ക് വാച്ച് ചെയ്യുന്ന പൊതുജനങ്ങളും മാധ്യമങ്ങളും അതിനകത്തൊരു കുറ്റച്ചാർജ് കൊടുത്തു ഇല്ലേ? പക്ഷേ അന്ന് മുതലേ ഈ കേസിനകത്ത് വമ്പൻ സ്രാവുകൾ ഇടപെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനകത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തായാലും ശരിയാ, സർക്കിൾ ഇൻസ്പെക്ടർ, അയാൾക്ക് പാര വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കോടതി ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു കൊട്ടേഷനാണെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവും, കോടതിക്ക് മനസ്സിലാവും. അതുകൊണ്ട് 120B ഗൂഢാലോചന ഇതിനകത്തുണ്ടെന്ന് മറച്ചു വെക്കാതെ കുറ്റച്ചാർജിനകത്ത് കൊടുത്തു. ആ കേസ് ട്രയൽ നടന്നിരുന്നത് വിട്ടുപോയേനെ. കാരണം കോടതിയുടെ മനസ്സിൽ തോന്നും ഇതിനകത്തൊരു കൊട്ടേഷൻ ഉണ്ട്
പിന്നെ അതെന്തുകൊണ്ട് പോലീസ് കണ്ടുപിടിച്ചില്ല അന്ന് തോന്നുമായിരുന്നു. അത് വിട്ടുപോകുന്ന കേസായിരുന്നു എനിക്ക് തോന്നി. കാരണം അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. മറ്റൊന്ന്, ഇതിനകത്ത് അതിനുശേഷം കുറ്റച്ചാർജ് കൊടുത്ത് 3 മാസം വരെ ആ പ്രതി പതുങ്ങിയിരുന്നു. അയാൾ കൊട്ടേഷൻ്റെ പൈസ, കൂലി, അയാളുടെ പണിയുടെ പൈസ കിട്ടണം, ഇല്ലേ? അങ്ങേര് അതിനകത്തൊരു ആ ദിലീപിനെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റിനെ ബന്ധപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഒരു മൊബൈൽ ഫോൺ അതിൻ്റെ അകത്തോട്ട് കടത്തി, ഇല്ലീഗലായിട്ട് കടത്തി. അതിന് വേറെ കേസ് പെടുത്തു, അത് പോട്ടെ. എനിക്കത് വലിയ സന്തോഷമാണ് കടത്തിയത്. കാരണം കടത്തിയത് കൊണ്ട് ആ ഫോൺ ഉപയോഗിച്ചിട്ട് അപ്പുണ്ണിയെയും നാദൃശയെയും വിളിക്കാൻ 8 പ്രാവശ്യം വെച്ച് വിളിച്ചു. അവർ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട്. പോലീസ് തന്നെ ആയിരിക്കുമോ കടത്തിയത്? അല്ല, അത് ഞാൻ പറയാം. 8 പ്രാവശ്യം വിളിച്ചു, നടക്കാത്തതുകൊണ്ട് മനുഷ്യനായ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? ലെറ്റർ അയക്കാനേ പറ്റൂ. ലെറ്റർ അയച്ചു. ആ ലെറ്റർ അയക്കുമ്പോഴും കൊട്ടേഷൻ്റെ പൈസയാണ് അതിന് മനസ്സിലിരിക്കുന്നത്. നമ്മളത് ആലോചിക്കണം. ലെറ്റർ അയച്ചതിനകത്ത് എങ്ങും ദിലീപിൻ്റെ പേര് പറഞ്ഞില്ല. ഓർമ്മപ്പെടുത്തി ദിലീപിൻ്റെ കൊട്ടേഷനാണെന്ന്. അതിനകത്ത് പറഞ്ഞു സൗണ്ട് തോമ മുതൽ ജോർജ് കുട്ടി പൂരം വരെ മതി, അത്രയും പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തി. അതിനുശേഷം ആണ് നമ്മൾ ഇനിയിപ്പം ഇതിനകത്ത് വലുതായിട്ടൊന്നും അന്വേഷിക്കണം. അന്വേഷണം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇനി വമ്പൻ സ്രാവുകളും പരൽമീനും വട്ടോനും ഒക്കെ പുളവളപ്പന്മാരും ഒക്കെ വരും, അതൊക്കെ ചാടി മറിഞ്ഞു പോകും. പക്ഷേ ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എനിക്ക് ആവശ്യമുള്ള തെളിവുകൾ കോൺസ്പിറസി കിട്ടിക്കഴിഞ്ഞു. മാധ്യമത്തിൽ കൂടിയാണ് ഞാനിത് മനസ്സിലാക്കിയത്, പത്രമാധ്യമത്തിൽ കൂടിയാണ്.